ചെയ്തു കൊടുത്തത് ഈ വീട് സുധിയുടെ രണ്ട് മക്കളും സുധിയുടെ ഭാര്യയും അതേപോലെ തന്നെ സുധിയുടെ അമ്മയും അവിടെ വന്ന് നിൽക്കുമെന്നായിരുന്നു ഞങ്ങളെല്ലാം പ്രതീക്ഷ. അത് തന്നെയായിരുന്നു അവര് നമ്മുടെ അടുത്ത് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചോരുന്നുണ്ട്, അത് ഇങ്ങനെ ആ ചില്ലിട്ട ഭാഗത്ത് നല്ലതായിട്ട് ചോർച്ചയുണ്ട്. കിട്ടിയ വീടിനെ കുറിച്ച് പറയുന്നത് വീട് ചോരുന്നുണ്ട് എന്നുള്ളത് സത്യത്തിൽ അതൊരു പച്ചക്കള്ളമാണ്. ആ ഇന്നലെയും സുധിയുടെ മൂത്തമോനെ വിളിച്ച് ഞാൻ സംസാരിച്ചിരുന്നു, കോൺഫിഡൻഷ്യലായിട്ട് സംസാരിച്ചിരുന്നു. അവനവൻ്റെതായ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അതിപ്പോൾ ഞാനിപ്പോൾ അത് സോഷ്യൽ മീഡിയ വഴി പറഞ്ഞിട്ട് ഞാനിപ്പോൾ അതൊരു വിവാദമാക്കാനോ അല്ലെങ്കിൽ അതിലൊരു മുതലെടുപ്പ് നടത്താനോ അല്ലെങ്കിൽ അതിലൊരു സിമ്പതി നേടാനോ അല്ലെങ്കിൽ ഒരു പക്ഷം പിടിക്കാനോ ഒന്നും എനിക്ക് താല്പര്യം. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. നിങ്ങൾക്കറിയാം, എന്റെ മെയിൻ ചാനലിൽ പോയി കഴിഞ്ഞാൽ ആ വീഡിയോയുടെ ഞാൻ ഈ പറയാൻ ഉദ്ദേശിക്കുന്ന വീഡിയോയുടെ ഫുൾ സംഭവം അതിനകത്ത് ഇട്ടിട്ടുണ്ട്. അതായത് രേണുവിന് വീട് വെച്ച് കൊടുത്ത കക്ഷി ഫിറോസ് അവർ സന്നദ്ധ സംഘടനയാണ്, പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കുന്ന ഒരാളാണ്. ആ പുള്ളിയുടെ വീട് രേണു തന്നെ ഒരു റീൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്, ആ വീട് കൊള്ളത്തില്ല, ആ വീട് അതിന്റെ ഹാളിലും ഈ പറയുന്ന അവളുടെ ബെഡ്റൂമിലെല്ലാം ചോരുന്നുണ്ട്, മഴയത്ത് ചോരുന്നുണ്ട്, അതുകൊണ്ട് ഞാനൊരു പുതിയൊരു വാടക വീട്ടിലേക്ക് മാറുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ആണത്. അതിനെ പ്രതികരിച്ചുകൊണ്ട് ഈ വീട് വെച്ചു കൊടുത്ത ആള് രംഗത്ത് വന്നിട്ടുണ്ട്. പുള്ളി ഒരുപാട് ഞെട്ടിക്കുന്ന കാര്യം പറയുന്നുണ്ട്. പുള്ളി അതിൽ പ്രധാനമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഈ വീട് വെച്ചു കൊടുത്തത് രേണുവിന്റെ കുടുംബത്തിന് താമസിക്കാൻ വേണ്ടിയിട്ടല്ല. ഈ വീട് വെച്ചു കൊടുക്കുന്ന സമയത്ത് സുധിയുടെയും സുധിയുടെ ഫാമിലിയും താമസിക്കും എന്ന ഉറപ്പോടുകൂടിയാണ് ആ വീട് വെച്ചു കൊടുത്തത്. അതുമല്ല, ഞാൻ കിച്ചുവിനെ വിളിച്ചപ്പോൾ കിച്ചുവിനും അതിന് നല്ല വിഷമമുണ്ട്. ഇങ്ങനെ വളരെ സങ്കടപ്പെട്ട് പറയുന്നത്, ഞാൻ ഇനി വേറെ ഞാൻ ഒരു മനുഷ്യർക്കും ഒരു വീടും ഞാൻ വെച്ചു കൊടുക്കത്തില്ല. ഇതോടുകൂടി എന്റെ അവസാനത്തെ പ്രൊജക്റ്റ് ആയിരുന്നു. നമ്മുടെ കയ്യിലിരുന്ന പൈസ കൊടുത്ത് നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ട് ഇത്രയും ഈ രീതിയിലുള്ള ഒരു വിമർശനം ഏൽക്കേണ്ടി വന്നതിൽ അങ്ങേർക്ക് വളരെ വളരെ ദുഃഖമുണ്ട്. രേണു ഒരിക്കലും ദാനം തന്ന പശുവിന്റെ പല്ലെണ്ണി നോക്കാൻ പാടില്ല. ഓടി നടന്ന് രേണു ഈ പറയുന്ന ഇന്നത്തെ റീൽസിൽ മാത്രമല്ല, അവിടെ വരുന്ന ഇന്റർവ്യൂ ചെയ്യാൻ വന്ന പലരിടത്തും രേണു ഇതേ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഈ വീട് കണ്ടില്ലേ, അവർ എന്താണ് വീട് വെച്ചതെന്ന് എനിക്ക് അറിയത്തില്ല. വീടിനെ പറ്റി മോശമായിട്ട് രേണു പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? ഇതിനകത്ത് ഈ പറയുന്ന ഫിറോസ് എന്ന് പറയുന്ന പുള്ളി പറയുന്ന കുറച്ച് കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. കുറച്ച് കാര്യങ്ങൾ, ഈ രേണു കാരണം കുറച്ച് പാവപ്പെട്ടവർക്ക് കുറച്ച് വീടോ എന്തെങ്കിലും സഹായങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന വ്യക്തി വരെ ഇനി അത് നിർത്തിയെന്നാണ് പറയുന്നത്. പുള്ളിക്ക് ഇതുവരെ കേട്ടും ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായിട്ടില്ല എന്നാ പുള്ളി പറയുന്നത്. ആ ഒരു സംഭവം ഇവിടെ കേൾക്കാം. ചെയ്തു കൊടുത്തത് ഈ വീട് സുധിയുടെ രണ്ട് മക്കളും സുധിയുടെ ഭാര്യയും അതേപോലെ തന്നെ സുധിയുടെ അമ്മയും അവിടെ വന്ന് നിൽക്കുമെന്നായിരുന്നു ഞങ്ങളെല്ലാം പ്രതീക്ഷ. അത് തന്നെയായിരുന്നു അവർ നമ്മുടെ അടുത്ത് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി അവിടെ സുധിയുടെ വീട്ടുകാർ ആരും ഇല്ല. അവിടെ ഉള്ള എല്ലാം രേണുവിൻ്റെ വീട്ടുകാരാണ് അവിടെ താമസിക്കുന്നതൊക്കെ. അതൊക്കെ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിനകത്ത് നമ്മൾ ഇടപെടേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഇന്നലെയും സുധിയുടെ മൂത്തമോനെ വിളിച്ച് ഞാൻ സംസാരിച്ചിരുന്നു, കോൺഫിഡൻഷ്യലായിട്ട് സംസാരിച്ചിരുന്നു. അവനവൻ്റെതായ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അതിപ്പോൾ ഇന്നലെയും ആരെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്, ഈ പറയുന്ന കിച്ചുവിനെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. അവനും ഈ വിഷമം ഇവരെടുത്ത് പങ്കുവെച്ചു. ഇവർ മാത്രമല്ല, നമ്മളിൽ പലരും ബന്ധപ്പെട്ടിട്ടുണ്ട്. തുറന്നു പറയാൻ പറ്റാത്തതുകൊണ്ട് പറയുന്നില്ലെന്നേ ഉള്ളൂ. അവർക്ക് ഈ വിഷമമുണ്ട്. അതായത് ഈ വീട് വെച്ച് കൊടുക്കുന്ന സമയത്ത് സുധിയും സുധിയുടെ ഭാര്യയും, സുധി മരിച്ചുപോയി, സുധിയുടെ ഭാര്യയും ഈ രണ്ട് മക്കളും സുധിയുടെ അച്ഛനും അമ്മയൊക്കെ കൂടി ഒത്ത് താമസിക്കും എന്നുള്ള ഉറപ്പിൽ മേലാണ് ഇപ്പം ഈ പറഞ്ഞ വീട് വെച്ച് കൊടുത്തത്. ഇപ്പൊ അവിടെ താമസിക്കുന്നത് സുധിയോ ഈ പറയുന്ന സുധിയുടെ മകനോ ഈ സുധിയുടെ അച്ഛനോ അമ്മയോ ആരുമില്ല അവിടെ. ഇവരിപ്പോ ഈ പറയുന്ന രേണുവിന്റെ കുടുംബക്കാർ മൊത്തമാണ് അവിടെ താമസിക്കുക. മാത്രമല്ല, അതിനെ ഒരു വൃത്തിഹീനമായിട്ട് സൂക്ഷിക്കുകയും കൂടി ചെയ്യുന്നു. വൃത്തിഹീനമായിട്ട് സൂക്ഷിക്കുകയും മാത്രമല്ല, ഇവരെന്ത് ചെയ്യുന്നു, ഈ വീട് വെച്ച് കൊടുത്തവരെ തന്നെ പഴിചാരുന്നു. ആലോചിച്ച് നോക്കിയ ഒരാള് ഒരു ഗതിയും പരഗതിയും ഇല്ലായിരുന്ന ഒരാള് പാവമല്ലേ എന്ന് കരുതി എന്ത് ചെയ്തു, ഒരു വീട് വെച്ച് കൊടുത്തു. അവരെ കുറ്റം പറയാൻ ഒരു ക്ലോക്ക് വീണ ഇവരെ കിടന്ന് വിളിക്കും. അവിടെ എന്തെങ്കിലും ഒരു ചാറ്റൽ മഴ ഉണ്ടായിക്കാൻ, ഈ ചാറ്റൽ മഴ അടിക്കുമ്പോൾ അകത്തോട്ട് കയറുന്ന ഈ പറയുന്ന വെള്ളമില്ലേ, അതിനെ ഇവർ ശരിയാക്കി കൊടുക്കണമെന്ന് പറയും. മോട്ടർ ചീത്ത എന്തോ, നിങ്ങൾക്ക് വീട് വെച്ചൊന്നും നിങ്ങളുടെ മെയിൻ്റെനൻസും കൂടി അവർ നോക്കണോ, ജീവിതകാലം മൊത്തം നിങ്ങളുടെ മെയിൻ്റെനൻസ് നോക്കണമെന്ന് പറയും. എന്ത് തോന്നിയാസം നിങ്ങൾ ഈ വിളിച്ചു പറയുന്നത്. ഞാനിപ്പോൾ അത് സോഷ്യൽ മീഡിയ വഴി പറഞ്ഞിട്ട് ഞാനിപ്പോൾ അതൊരു വിവാദമാക്കാനോ അല്ലെങ്കിൽ അതിലൊരു മുതലെടുപ്പ് നടത്താനോ അല്ലെങ്കിൽ അതിലൊരു സിമ്പതി നേടാനോ അല്ലെങ്കിൽ ഒരു പക്ഷം പിടിക്കാനോ ഒന്നും എനിക്ക് താല്പര്യമില്ല. അത് അവരുടെ ഫാമിലി കാര്യങ്ങളാണ്. അവിടെ ആര് നിൽക്കണ്ട എന്നുള്ളതൊക്കെ അവർ തീരുമാനിച്ചോട്ടെ. പക്ഷേ സുധിയുടെ അമ്മയും സുധിയുടെ രണ്ട് മക്കളും സുധിയുടെ ഭാര്യയും അവിടെ താമസിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായിരുന്നു. അത് തന്നെയായിരുന്നു ഞങ്ങളുടെ ആഗ്രഹവും, അത് തന്നെയായിരുന്നു ഞങ്ങളുടെ പ്രതീക്ഷയും. അൺഫോർച്ചുനേറ്റ്ലി അതല്ല അവിടെ സംഭവിച്ചത്. അത് ഞാൻ അതിനകത്ത് കൂടുതലാകുന്നില്ല. നമ്മുടെ ആഗ്രഹം സുധിയുടെ അമ്മയും സുധിയുടെ പിന്നീട് ഈ പറയുന്ന ഫാമിലിയും
എല്ലാവരും കൂടി ഒരുമിച്ച് താമസിക്കണമെന്നായിരുന്നു നമ്മുടെ ആഗ്രഹം. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അവിടെ അതല്ല സംഭവിച്ചത്. അവരെന്തോ ആയിക്കോട്ടെ എന്ന് പറയുന്നു. എന്തോ ആയിക്കോ നിങ്ങൾ, പക്ഷെ കുറ്റവും കൂടി പറഞ്ഞാലോ. ബാക്കി ഈ പുള്ളി പറഞ്ഞ ബാക്കി ചില ഭാഗങ്ങൾ കൂടി നമുക്ക് ഇതിനകത്ത് കേൾക്കാം. ചോരുന്നുണ്ട്. അത് ഇങ്ങനെ ആ ചില്ലിട്ട ഭാഗത്ത് നല്ലതായിട്ട് ചോർച്ചയുണ്ട്. കിട്ടിയ വീടിനെ കുറിച്ച് പറയുന്നത്, വീട് ചോരുന്നുണ്ട് എന്നുള്ളത് സത്യത്തിൽ അതൊരു പച്ചക്കള്ളമാണ്. ആ വീട് ചോരുന്നില്ല. അത് 100 അല്ല 200 അല്ല, എത്ര ശതമാനം വേണമെങ്കിലും നമുക്ക് ഉറപ്പോടുകൂടെ പറയാൻ കഴിയും. ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ വളരെ നല്ല രീതിയിൽ ചെയ്തു കൊടുത്ത ഒരു വീടാണത്. സുധിയുടെ 2 കുഞ്ഞുങ്ങളുടെ പേരിൽ ചെയ്തു കൊടുത്തൊരു വീടാണത്. ശക്തമായ കാറ്റും ശക്തമായ മഴയും ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ വെള്ളം ശീതലടിച്ച് കയറുന്നുണ്ട് ആ വീട്ടിലേക്ക്. അത് ഞാൻ അംഗീകരിക്കുന്നു. അപ്പോൾ അതിനെയാണ് ഇവർ വളരെ മോശമായ രീതിയിൽ നമ്മൾ ഉണ്ടാക്കി കൊടുത്ത വീട് ഒരു ക്വാളിറ്റി ഇല്ല, ഒരു ഗുണനിലവാരമില്ല എന്ന രീതിയിൽ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്നത്. കണ്ടല്ലോ, ശീതലടിച്ച് കയറുന്നത്. അതായത് വലിയ ശക്തമായ കാറ്റോ മഴയോ പെയ്യുമ്പോൾ ശീതലടിച്ച് കയറുന്ന വെള്ളത്തിന് അവർ ചോരുന്നെന്ന് പറയുന്നത്. എന്നിട്ട് ഇവർ ഈ റീൽസിൽ പറഞ്ഞുതരാം, ഈ പറയുന്ന ഹാളിൽ ചോരുന്നു, ഈ പറയുന്ന റൂമുകളിൽ ചോരുന്നു എന്നൊക്കെയാ പറയുന്നത്. ഈ പുള്ളിക്ക് എന്തുമാത്രം വിഷമം നോക്കിയോ. നമ്മൾ ഒരാളൊക്കെ കൊടുത്തിട്ട് കടിക്കുന്ന പട്ടി, കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങിച്ചൊരു ഗതികേടാണ് ഈ പുള്ളിക്ക്. ഞാൻ കൂടുതൽ പറയുന്നില്ല, കൂടുതൽ പറഞ്ഞാൽ ഞാൻ ഇമോഷണലായി പോകും. ഇമോഷണലായി വീട് നിർമ്മാണം കഴിഞ്ഞ ആദ്യഘട്ടത്തിൽ തന്നെ ഇവരുടെ ഭാഗത്തുനിന്ന് അവർക്കൊരു വർക്ക് ഏരിയ ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് പോലും ഈ വീട് നിർമ്മാണം കഴിഞ്ഞ സമയത്ത് ഇതിൻ്റെ ഫണ്ട് തികയാതെ ഞാൻ പറഞ്ഞില്ല, ലാസ്റ്റ് വെച്ചിട്ട് പേഴ്സണലായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് അവിടെ പൈസ ഇറക്കി നമ്മളത് വൃത്തിയിൽ ചെയ്തു കൊടുത്തിട്ടാണ് അവിടെ വരുന്നത്. അപ്പോൾ നമ്മളതിൽ ഫണ്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ നമ്മുടെ അടുത്ത് പറഞ്ഞു വെച്ചാൽ, ഞങ്ങൾ ഈ ഫേസ്ബുക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ യൂട്യൂബേഴ്സിനെ വിളിച്ചിട്ട് ഞങ്ങളത് പറയും, ഞങ്ങൾക്കിവിടെ വർക്ക് ഏരിയ ഇല്ല, അപ്പോൾ വർക്ക് ഏരിയ ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവരോട് പറയും. അങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കി തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കാണ് അതിൻ്റെ നാണക്കേട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു രീതിയിലൊരു ഭീഷണിയുടെ സ്വരം ഉണ്ടാന്ന് വെച്ചാൽ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിൽ അവർ ഉറപ്പായിട്ടും ഭീഷണിയുടെ സ്വരമുണ്ട്. അതിൽ ഭീഷണിയുടെ സ്വരമാണ് ഉള്ളത്. അതായത് ഇവർക്കൊരു വർക്ക് ഏരിയ വേണമെന്നും പറഞ്ഞുകൊണ്ട് അവരെ വിളിച്ചു വന്നു. വീട് വെച്ച് കൊടുത്ത പോലെ അവർക്ക് വർക്ക് ഏരിയ വേണം, അവർക്ക് പിന്നെ ഈ പ്ലേ ഗ്രൗണ്ട് വേണം, എല്ലാം വേണം. എന്നിട്ട് വീട് എടുക്കണ ഗതി ഉണ്ടല്ലോ നിങ്ങൾ. എന്നിട്ട് പറഞ്ഞു വന്ന് നിങ്ങൾ വർക്ക് ഏരിയ വെച്ച് തന്നില്ലെങ്കിൽ ഈ പറയുന്ന യൂട്യൂബേഴ്സിനെയൊക്കെ വിളിച്ചുകൊണ്ട് നമ്മൾ അവിടെ വർക്ക് ഏരിയ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കാണ് നാണക്കേടുന്നത്. ഇവിടെ എല്ലാം A to Z എല്ലാം. ഈ ചെരുപ്പ് ആരോ വാങ്ങിച്ചത്, മറ്റൊരു ആരോ വാങ്ങിച്ചത്, ഷർട്ട് ആരോ വാങ്ങിച്ചത്, ചുരിദാർ ആരോ വാങ്ങിച്ചത്, ഇത് മറ്റവൻ തന്നത്, ഇത് ബാഗ് മറ്റവൻ തന്നത്, എല്ലാം മറ്റുള്ളവരെ പിഴിഞ്ഞ് ജീവിക്കാൻ വേണ്ടിയിരിക്കുന്നത്. എന്നിട്ട് പറയും 5 പൈസ കയ്യിലില്ലെന്ന് പറയും. അവിടെ ഷെൽഫ് കെട്ടാൻ വേണ്ടിയിട്ട് പൈസ ഇല്ല. സുധിയുടെ ട്രോഫികളെടുത്ത് കട്ടിന്റെ അടിയിൽ ഭദ്രമായിട്ട് വെച്ചിരിക്കുന്നു. ഇതുപോലുള്ള അൾട്ടർ പിന്നെ ഈ പറഞ്ഞ എന്താ പറയുന്നത് ഫേക്ക് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടിട്ടില്ല. നോണയെന്ന് വെച്ചാൽ നാക്കെടുത്താ നോണ. ഈ പറയുന്ന ഈ ഒരു പാവം മനുഷ്യൻ പാവങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കുന്ന ഒരു മനുഷ്യനാണ്. അയാൾ പറയുന്നത് ഇനി മേലാണ് ഞാൻ ആർക്കും ഒരു മനുഷ്യന് ഞാൻ വീട് വെച്ചു കൊടുക്കില്ല. ഞാൻ പറയാം, എനിക്ക് കുഴപ്പമില്ല, നിങ്ങൾ ആരെ കൊണ്ട് ചെയ്യിച്ചോളൂ, ഞങ്ങൾ ഇനി ഫണ്ടില്ല എന്ന് പറയും. വെള്ളം ശീതലടിക്കുന്ന സംഭവം അവർ പറഞ്ഞപ്പോൾ ഞങ്ങൾ അവരുടെ അടുത്ത് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, ഒരു 4000 രൂപ എടുത്ത് കഴിഞ്ഞാൽ ഗ്ലാസ് അവിടെ ഇടിയിപ്പിക്കാൻ പറ്റുമെന്ന് പറയും. അവർക്ക് അതൊന്നും ചെയ്യാൻ കഴിയില്ല. അവിടെ ക്ലോക്ക് ഫിക്സ് ചെയ്തത് താഴത്ത് വീണ് കഴിഞ്ഞാൽ ഉടനെ ഞങ്ങൾ ഇവിടുന്ന് പോയിട്ട് അത് ശരിയാക്കി കൊടുക്കണം. അവർക്ക് മോട്ടർ കത്തിയിട്ട് അതിന് വിളിച്ചു, അത് ശരിയാക്കി കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ ആവശ്യങ്ങൾ. അവിടെ ഒരു ഫ്യൂസ് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ പോയി ശരിയാക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഒരു ബൾബ് ഫ്യൂസ് ആയി കഴിഞ്ഞാൽ ഞങ്ങൾ ശരിയാക്കി കൊടുക്കണം. നമ്മൾ അവരുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾക്ക് നമ്മളൊരു വീട് നല്ലൊരു വീട് തന്നു, അതിൻ്റെ മെയിൻ്റെനൻസ് ഞങ്ങൾ കൂടെ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾക്ക് അവിടുന്ന് ലോക്കലായിട്ടോ മറ്റുള്ള രീതിയിലോ ചെയ്യാൻ പറ്റുന്ന മെയിൻ്റെനൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനൊരു വീഡിയോ അവർ ഇടുമെന്നും നമ്മളെ സമൂഹത്തിൽ മോശക്കാരാക്കുമെന്നൊന്നും നമ്മളൊരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. എന്തായാലും ഇതിനോടുകൂടെ എനിക്ക് പറയണമെന്ന് വെച്ചാൽ, ഇതോടുകൂടെ നമ്മൾ ഈ പരിപാടി നിർത്തി. എനിക്ക് പേഴ്സണലായിട്ട് ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട്, നമ്മുടെ ഗ്രൂപ്പ് വഴി എന്തെങ്കിലും പല കാര്യങ്ങൾക്കും, അസുഖത്തിന് ചികിത്സിക്കാനും അതേപോലെ തന്നെ വീടുണ്ടാക്കി കൊടുക്കാനും അതേപോലെ പല രീതിയിൽ പല സഹായങ്ങൾ അഭ്യർത്ഥിച്ചിട്ട് ഒരുപാട് ആൾക്കാർ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. ഇവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ, ഇത് ഞങ്ങളുടെ ലാസ്റ്റ് പ്രൊജക്റ്റാണ്. ഇതോടുകൂടെ ഞങ്ങൾ ഈ പരിപാടി അവസാനിപ്പിക്കുകയാണ്. ഞങ്ങൾക്ക് മതിയായി. എന്താ വെച്ചാൽ അത്രക്കധികം പെയിനും എഫേർട്ടൊക്കെ എടുത്തുണ്ടാക്കിയൊരു വീടാണിത്. ഇത് നമ്മൾ ചെയ്തു കൊടുത്തത് ഈ വീട് സുധിയുടെ 2 മക്കളും സുധിയുടെ ഭാര്യയും അതേപോലെ തന്നെ. ഓക്കെ, ഞങ്ങൾക്കിത് മതിയായി. ഞങ്ങൾ ഇനി ആർക്കും വീട് വെച്ച് കൊടുക്കാൻ പോകുന്നില്ല, ആർക്കും ധനസഹായം ചെയ്യാൻ പോകുന്നില്ല, പാവപ്പെട്ടവരെ സഹായിക്കാൻ പോകുന്നില്ല. ആര് കാരണം? ഈ പറയുന്ന രേണു കാരണം. ഈ പാവമൊക്കെ എവിടെ കൊണ്ട് വെക്കുക രേണു? ഈ പറയുന്ന പണ്ടൊക്കെ പിന്നെ ആയിരുന്നു. ഇപ്പം കണ്ടില്ല, ഓരോ എടുത്ത് എത്ര ദിവസം കൊണ്ട്, 2 ദിവസമായിട്ട് തിരിച്ചടികളോട് തിരിച്ചടികളല്ലേ താങ്കൾക്ക് കിട്ടുന്നത്? താങ്കളുടെ കയ്യിലിരിപ്പ് കൊണ്ടല്ലേ?
ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ പാവങ്ങൾക്ക് സഹായിച്ചു കൊണ്ടിരുന്ന, വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുത്തുകൊണ്ടിരുന്ന, ധനസഹായം ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി പറയുന്നത് ഇതോടുകൂടി ഞാൻ മടുത്തു, ഇനി ഞാൻ ഒരൊറ്റ മനുഷ്യർക്ക് സഹായിക്കില്ല എന്നാ പറയുന്ന പുള്ളി. ഒരു വീട് വെച്ച് കൊടുത്തിട്ട് അതിന്റെ ബൾബ് ഫീസായാലും എല്ലാ മെയിൻ്റെനൻസിനും വീട് വെച്ച് കൊടുത്ത ആൾക്കാരെ വിളിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് അവരെ ഭീഷണിപ്പെടുത്തുക, നിങ്ങൾ ചെയ്തില്ലെങ്കിൽ എനിക്ക് കുറെ മറ്റേ കൊണാപ്പം തൂക്കിക്കൊണ്ട് കുറെ എണ്ണം ബാഗ് കിടക്കുമല്ലോ, അവന്മാർ ഉണ്ടാക്കി കൊടുക്കും, അല്ലെങ്കിൽ ഈ പറയുന്ന സഹതാപം പറഞ്ഞ ആരെങ്കിലും ക്യാഷ് അയച്ചു കൊടുക്കും. അതുകൊണ്ടല്ലാതെ നമ്മൾ വേറെ ഒന്നും ഉണ്ടാക്കത്തില്ല. എല്ലാവരെയും താങ്ങി, എല്ലാവരെയും കെഞ്ചി ഓരം തുറന്ന് വെക്കും. എന്നിട്ട് പറയാം 5 പൈസ കയ്യിലില്ലെന്ന് പറയും. രാവിലെ തൊട്ട് ഇരുട്ടുന്നത് വരെ എനിക്കൊന്നും രാത്രിയും റീലെടുപ്പാണ് പരിപാടി. കാരണം റെസ്റ്റ് ഇല്ലാതെ റീലാണ്. ഒരു ദിവസം ഒരു 100 റീലെങ്കിലും വരും. എന്നിട്ടും 5 പൈസ ഇല്ല. 5 പൈസ കയ്യിൽ നിന്ന് എടുത്തു കൊടുത്ത് വീടിന് വേണ്ടിയിട്ടോ ആഹാരം ഒന്നും വാങ്ങത്തില്ല. ഡ്രസ്സ് വരെ മറ്റുള്ളവര് ദാനം ചെയ്തെന്ന ഈ പെൺകുട്ടി പറയുന്നത്. ഈ പെൺകുട്ടി എന്നല്ല പറഞ്ഞ വളരെ സൗമ്യമായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. എന്തായാലും രേണു സുധി വിചാരിച്ച് കുറച്ച് പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും ഒരു സഹായം കിട്ടുമെന്നുള്ള രീതി ഇല്ലാതെ തന്നല്ലോ. ഇങ്ങനെ തന്നെ വേണം. ആരെന്തെങ്കിലൊക്കെ ഇത് തന്നെ, ഇവര് മാത്രമല്ല, പലരും ഇത് പറഞ്ഞിട്ടുണ്ട്. താങ്കൾക്ക് സഹായിച്ചവരെ ലാസ്റ്റ് താങ്കൾ അവരൊക്കെ തന്നെ പാരയായ പലരും ഈ വസ്തു കൊടുത്തവർ. നിങ്ങൾ തന്നെ തീരുമാനിക്കും. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.